മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി അൾത്താര മുന്നിൽ കൈകുപ്പി നിന്ന് ആദ്യ കുർബാന തന്നോർമ്മകളും പച്ചകടാതെ മനസ്സിൽ നിറയുമ്പോൾ തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, വളരെ രസകരമായ ഒരു കാര്യം സ്നേഹത്തോടുകൂടി ധ്യാനിക്കാം എന്ന് വിചാരിക്കുകയാണ്. ഈ അച്ഛൻ പലപ്പോഴും കർത്താവിന് മുമ്പിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഉറങ്ങിപ്പോയിട്ടുണ്ട്. അച്ഛൻ മാത്രമല്ല, പലരും ഉറങ്ങിപ്പോയിട്ടുണ്ട്. ആരാധനയ്ക്ക് കർത്താവിന് മുമ്പിൽ ഇരിക്കുമ്പോഴും അതുപോലെ തന്നെ ആത്മീയ പ്രഭാഷണങ്ങൾക്കിരിക്കുമ്പോഴും അതുപോലെ പള്ളിയിൽ വന്നിരിക്കുമ്പോഴൊക്കെ ഉറങ്ങുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. തമ്പുരാൻ്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഉറങ്ങിപ്പോകുന്നത് എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ചിന്തിക്കാം, അത് രോഗിയാണ്, അതുകൊണ്ട് മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോകുന്നതാണ്. ചിലപ്പോൾ രാത്രി മുഴുവൻ മറ്റ് ഇതര ജോലികളിലാവാം, പഠന മേഖലകളിലാവാം, അതുകൊണ്ട് ഉറങ്ങിപ്പോകുന്നതാവാം. പക്ഷെ ഇതൊന്നും കുഴപ്പമില്ലാത്ത ശാന്തമായി ആവശ്യത്തിന് ഉറങ്ങുന്ന വ്യക്തികളും തമ്പുരാൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഉറക്കത്തിൻ്റെ ദൈവശാസ്ത്രം എന്താണ് എന്ന് അച്ഛൻ എങ്ങനെ ഇരുന്ന് ചിന്തിച്ചു. നമുക്കറിയാം, കത്തോലിക്ക സഭയുടെ 2 തൂണ് എന്ന് പറയുന്നത് ഒന്ന് തിരുവചനവും മറ്റൊന്ന് പാരമ്പര്യവുമാണ്, ഹോളി ട്രഡീഷൻ. സഭയുടെ 2 അടിസ്ഥാന തൂണുകൾ എന്ന് പറയുന്നത് വിശുദ്ധ പാരമ്പര്യം, വിശുദ്ധ ബൈബിളുമാണ്. ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ ഈ ഉറക്കത്തിനും ഒരു വിശുദ്ധ പാരമ്പര്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഈ ആത്മീയ മേഖലയിലുള്ള ഉറക്കം ആരംഭിക്കുന്നത് അച്ഛൻ പഠിച്ചു വന്നപ്പോൾ കാണുന്നത് ഗെത്സമേൻ തോട്ടത്തിലാണ്. ഗെത്സമേൻ തോട്ടത്തിൽ പത്രോസും പരിവാരങ്ങളും ഉറങ്ങുന്നു. അവരിലാണല്ലോ സഭ കെട്ടിപ്പടുത്തിരിക്കുന്നത്. ശേഷം ആ ഉറക്കത്തിൻ്റെ പാരമ്പര്യം ഇങ്ങനെ നീണ്ടുപോരുന്നതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ അച്ഛൻ ഇരുന്ന് ഈ പത്രോസ്ലീഹായുടെ ഉറക്കത്തെക്കുറിച്ച് ധ്യാനിക്കാൻ ഇടവന്നു. കർത്താവ് അന്ത്യത്താഴവേളയിൽ വിസ്തുർബാന സ്ഥാപിച്ചതിന് ശേഷം തൻ്റെ മരണത്തിന് ഒരുക്കമായി പ്രാർത്ഥിച്ചൊരുങ്ങുവാനായിട്ട് ഗെത്സമേൻ തോട്ടത്തിലേക്ക് പോകുന്നു. സ്ലീഹന്മാരോട് പറഞ്ഞു, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, ശത്രു കടന്നു വരും, അത് നമ്മളെ തോൽപ്പിക്കും. അതുകൊണ്ട് ശത്രുവിനെ തോൽപ്പിക്കാൻ കരുത്ത് കിട്ടത്തക്ക രീതിയിൽ 1 മണിക്കൂറെങ്കിലും ഉണർന്നിരുന്ന് എന്നോടുകൂടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് ക്രിസ്തു തനിച്ച് വചനം പറയുന്ന ഒരു കല്ലേറ് ദൂരം മാറി മുട്ടുമേൽ വീണ് പ്രാർത്ഥിച്ചു എന്ന് പറയുക.
ആ പ്രാർത്ഥനാ സമയം മുഴുവൻ അവൻ മുട്ടുമേൽ നിന്നാണ് പ്രാർത്ഥിച്ചതെന്ന് കൃത്യമായി വചനം സാക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്ത് പറ്റി? പത്രോസും പരിവാരങ്ങളും ഉറങ്ങിപ്പോയി. അങ്ങനെ ഉറങ്ങാൻ സാധ്യതയുണ്ടോ? ഞാനിങ്ങനെ ചിന്തിച്ചു, നമ്മുടെ പള്ളിമേടയിൽ അല്ലെങ്കിൽ ഭവനത്തിൽ രാത്രിയിൽ സായുധരായ 2 കൊള്ളക്കാർ കടന്നു വന്ന് നമ്മളെ ആക്രമിക്കുമെന്ന് പോലീസോ ഇൻ്റലിജൻസോ നമുക്ക് മുന്നറിയിപ്പ് നൽകിയാൽ ആ രാത്രി നമുക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല, നമ്മൾ ഉറങ്ങില്ല. നമ്മൾ പോലീസിൻ്റെയോ ഇതര അധികാരികളുടെയോ സഹായം ചോദിക്കും. ഒപ്പം ബന്ധുക്കളോ പ്രിയപ്പെട്ടവരൊക്കെ വിളിച്ചിരുത്തി നമ്മൾ ഉറങ്ങാതെ ഈ കൊള്ളക്കാരെ നേരിടാനായിട്ട് സജ്ജരായിരിക്കും. ആ രാത്രി ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ ക്രിസ്തു പറഞ്ഞു, ഇതാ ശത്രു വരുന്നുണ്ട്, കീഴടക്കും, അതുകൊണ്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. പക്ഷെ അവരുറങ്ങിപ്പോയി. എന്തുകൊണ്ട് ഉറങ്ങിപ്പോയി എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഉറങ്ങിപ്പോകാൻ സാധ്യത അച്ഛൻ കണ്ടത്, ഒന്ന്, പത്രോസിൻ്റെ കയ്യിലെ വാളാണ്. എൻ്റെ കയ്യിൽ വാളുണ്ട്, അതുകൊണ്ട് ശത്രു എവിടുന്ന് വന്നാലും ആരായാലും വെട്ടി ഞാൻ വീഴിക്കും, എനിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് വാള് കയ്യിലുള്ളവൻ അവൻ ഒന്നിനെയും കൂസാക്കില്ല. പത്രോസിനറിയാം എൻ്റെ കയ്യിൽ മൂർച്ചയുള്ള വാളുണ്ട്, അതുകൊണ്ട് ശത്രു എവിടുന്ന് എപ്പോൾ വന്നാലും എനിക്ക് ഭയപ്പെടേണ്ടതില്ല, അവനെ ഞാൻ തോൽപ്പിക്കും. അതുകൊണ്ട് എനിക്ക് ശാന്തമായി ഉറങ്ങാം. ഭയമില്ലാതെ ഉറങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ചിന്തിച്ചേ, സത്യത്തിൽ എന്താണ് ഈ പത്രോസിൻ്റെ കയ്യിലെ വാള്? വാള് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ സംരക്ഷണമാണ്. ഈ ലോകത്തിൻ്റെ സംരക്ഷണമുള്ളവന് അവൻ ഒന്നിനെയും ഭയപ്പെടുകയില്ല. അധികാരമുള്ള വ്യക്തിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ചുറ്റും കമാൻഡോകളുടെ സംരക്ഷണമുള്ള രാഷ്ട്രീയ നേതാവിന് ഭയപ്പെടേണ്ട കാര്യമില്ല. പോലീസ് സംരക്ഷണവും പോലീസ് പ്രൊട്ടക്ഷനും കിട്ടിയിരിക്കുന്ന വ്യക്തി ഭയപ്പെടേണ്ട കാര്യമില്ല. ധാരാളം പണമുള്ള വ്യക്തിക്ക് ഭയമില്ല. കാരണം എന്തൊരു പ്രശ്നം വന്നാലും എനിക്ക് ആ പ്രതിസന്ധികളെ മറികടക്കാൻ പണം എന്നെ സഹായിക്കും. രോഗം വന്നോ, ഹൃദയ ശസ്ത്രക്രിയ വരെയും ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കും. ഹൃദയം വരെ മാറ്റിവെച്ചിട്ട് എൻ്റെ ജീവിതത്തെ സംരക്ഷിക്കാൻ എനിക്ക് സാധിക്കും. അതുകൊണ്ട് ആയുധങ്ങളിലും ആൾബലത്തിലും സംരക്ഷണം കാണുന്നവർ, പണം എനിക്ക് സംരക്ഷണമാണ്, എനിക്കൊന്നിനും ഭയപ്പെടേണ്ട കാര്യമില്ല, എനിക്ക് ആവശ്യത്തിന് പണമുണ്ട്, എന്നെയും എൻ്റെ മക്കളെ ഇട്ടുമൂടാൻ പോരുന്ന പണം എനിക്കുണ്ട്, അതുകൊണ്ട് എനിക്ക് ഭയപ്പെടേണ്ടതില്ല. എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് ഭയപ്പെടേണ്ടതില്ല. ഓടിമാറാനും മല്ലിട്ട് ജയിക്കാനും രോഗത്തെ മറികടക്കാനും പോരുന്ന ആരോഗ്യം എനിക്കുണ്ട്, അതുകൊണ്ട് എനിക്ക് ഭയമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ വാള് എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ സംരക്ഷണമാണ്. ഈ ലോകത്തിൻ്റെ സംരക്ഷണം ആളായും അർത്ഥമായും ആരോഗ്യമായും മറ്റിതര കഴിവുകളും സാധ്യതകളുമായി ഉള്ള വ്യക്തി ഒന്നിനെയും ഭയപ്പെടില്ല. അവൻ അഹങ്കാരിയായി മാറും. ധാരാളം പണമുള്ള, ആരെയും കൂസാത്ത ഒരു മനുഷ്യനെക്കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സ്വർണ്ണ നിറത്തിലുള്ള ആടയാഭരണങ്ങൾ ധരിച്ച് വിലയേറിയ വാച്ചും കയ്യിൽ കെട്ടി പേന പോക്കറ്റിൽ തിരുകി വലിയ ബംഗ്ലാവിൽ താമസിച്ച് ഏറെ വില കൂടിയ വാഹനങ്ങൾ സഞ്ചരിച്ച് സമൃദ്ധമായി മിഷ്ടാനം ഭുജിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ആരെയും ഭയമില്ല. അദ്ദേഹത്തിന് രാഷ്ട്രീയ നേതാക്കന്മാരുമായി അടുത്ത ബന്ധമുണ്ട്. എന്തൊരാവശ്യം വന്നാലും നേതാക്കന്മാർ ഒപ്പമുണ്ട്, ഭയപ്പെടേണ്ടതില്ല. ആ വ്യക്തിക്ക് ഒരു ആവശ്യം വന്നാൽ പോലീസ് എപ്പോൾ സഹായത്തിനുണ്ട്. ആ വ്യക്തിക്ക് ഒരു ആവശ്യം വന്നാൽ ആവശ്യത്തിന് പണമുണ്ട്, ചുറ്റും സംരക്ഷകരുണ്ട്, ഒന്നിനും ഭയമില്ല. എന്താ പച്ചേ കാണിക്കുന്നേ? ഒരെണ്ണത്തിന് 3 രൂപയാ. അതിന് നാളെയും കത്തിക്കണ്ടേ? ഈ അപ്പനെ കൊണ്ട് ഞാൻ തോറ്റു. നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ബാക്കിയുള്ള മെഴുതിരേ ഇവിടെ വെച്ചാലേ അത് വല്ലവൻ എടുത്തുകൊണ്ട് പോയേ ഉള്ളൂ. എന്റെ പൊന്നപ്പ, ഇത്രയും പിശുക്കല്ലേ? അതേടി, ഇങ്ങനെ പിശുക്കി ഉണ്ടാക്കിയിട്ട് തന്നെയാ നീയൊക്കെ ഇന്ന് അനുഭവിക്കുന്നതേ ഞാൻ ഉണ്ടാക്കിയെടുത്തത്.
അല്ല, ഞാൻ അറിയാൻ മേലാണ്ട് ചോദിക്കുവാ, എന്നും എന്തിനാ അപ്പന്റെ കുഴിമാടത്തിൽ തിരി കത്തിക്കുന്നേ? അതൊരു സ്മരണ കൊണ്ടാ. എൻ്റെ അപ്പനുള്ളത് കൊണ്ടാ ഞാൻ ഇന്ന് ഈ നിലയിലെത്തിയത്. അപ്പൻ ഉണ്ണാതെയും ഉറങ്ങാതെയും ഉണ്ടാക്കിയതാ. ഓരോരോ തന്തമാര് കുടിച്ചു കൂത്താടി മുതൽ നശിപ്പിച്ചപ്പോൾ എൻ്റെ അപ്പൻ അതൊക്കെ സുരുകൂട്ടി വെച്ചു. ആ സ്മരണ അതാ എന്നും ഇവിടെ വരാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. പാപ്പിയെ, പതുങ്ങിയിരിക്കൊന്നും വേണ്ട, ഞാൻ നിങ്ങളെ കണ്ടായിരുന്നു. അല്ല, ഇതാര്? ജോപ്പച്ചനോ? ഇവിടെ ഒരു മൊയല് ചാടി, അതിനെ നോക്കുകയായിരുന്നു. മുതലയാ. പിന്നെ അടുത്ത ആഴ്ച ഞാൻ വീട്ടിലോട്ടങ്ങ് വരും. വീട് പൂട്ടി താക്കോലിനെ ഏൽപ്പിക്കണം. അയ്യോ ജോപ്പച്ചായ, ഒരു നിവർത്തിയില്ല. മോനെ പാപ്പി, 1 2 അല്ല, 15 ലക്ഷം നീ തരാനുള്ളത്. എനിക്കറിയാം, ഒരു അവധി കൂടി. നിനക്ക് എത്ര അവധി തന്നു? നീ എങ്ങനെയാ ഈ പൈസ തരിക? നിനക്ക് എന്താ വരുമാനമുള്ളത്? അതുകൊണ്ട് ഇനിയൊരു അവധിയില്ല. പറഞ്ഞതുപോലെ അടുത്ത ആഴ്ച. എന്റെ ഭാര്യ മക്കളും ഞങ്ങൾ എവിടെ പോകും? അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. നീ ചെല്ല്. പൈസ മേടിക്കാൻ വരുമ്പോ ജോപ്പൻ മാലാഖ, തിരിച്ചു ചോദിക്കുമ്പോഴോ പിശാജ്. അപ്പച്ച, ആ പാപ്പച്ചായന്റെ മോള് കഴിഞ്ഞ ആഴ്ചയാ മരിച്ചത്. ശവോടൊക്കെ ഞാനും കൂടിയതല്ലേ. ആ കൊച്ചിന് ക്യാൻസർ ആയിരുന്നു. ഒത്തിരി ചികിത്സിച്ചു. പിരിവിന് വന്നായിരുന്നടി. എന്റെയും പോയി 50 രൂപ. ഇനി അവളുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണോ അപ്പച്ചന്റെ ഇന്ന് പൈസ വാങ്ങിച്ചത്? ആ, അങ്ങനെയൊക്കെ എങ്ങാണ്ടാ പറഞ്ഞത്. അതുങ്ങൾ പാവങ്ങളാ അപ്പച്ച. ഈ അപ്പച്ചനും പാവാടി. അവർക്ക് കുറച്ചും കൂടെ അവധി കൊടുക്കാപ്പച്ച. എന്റെ മോള് കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. അതെങ്ങനെയാ ചെയ്യേണ്ടെന്നൊക്കെ എനിക്കറിയാം. ഇങ്ങനെ പല അയ്യോ പാവങ്ങളും കണ്ടിട്ട് തന്നെയാ ഈ ബിസിനസ് ഇത്രയും വളർന്നത്. അപ്പച്ചൻ വാ, പള്ളിയിൽ കയറിയിട്ട് പോവാ. നീ അങ്ങ് പോയാ മതി, എനിക്ക് വേറെ തൊഴിലുണ്ട്. എല്ലാ ദിവസവും സിമിത്തേരി പോ, പക്ഷെ പള്ളി മാത്രം പോകത്തില്ല. അത് സ്മരണ ഉണ്ടാന്ന് പറഞ്ഞില്ലേ? എടേ, നമുക്ക് പണം ഉണ്ടെങ്കിലേ ഒരു പള്ളിയും പട്ടക്കാരന്റെ ആവശ്യമില്ല. അപ്പച്ച, ഇങ്ങനെയൊന്നും പറയല്ലേ. പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന് നീ കേട്ടിട്ടില്ലേ? പണമാടി എല്ലാത്തിന്റെ അടിസ്ഥാനം. നീ ഇങ്ങനെ ഉടുത്തൊരുങ്ങി നടക്കുന്നുണ്ടല്ലോ, അത് പണമുള്ളത് കൊണ്ട് തന്നെയാ. അപ്പച്ചനോട് തർക്കിക്കാൻ ഞാനില്ല. ഞാൻ എന്തായാലും പള്ളി കയറിയിട്ട് വരാം. ആ അച്ഛാ, ഈശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. വാ അച്ഛാ, കേറിയിരിക്കേ. അപ്പച്ചൻ എന്തിയ മോളെ? അകത്തുണ്ട്. അപ്പച്ചാ. അമ്മച്ചി എവിടെ പോയി? കുറവിലങ്ങാട് അമ്മച്ചിയുടെ വീട്ടിൽ പോയതാ. ഇരിക്കടോ മോളെ, ചായ. അവളുടെ വീട്ടിൽ പോയതാ. സോന പറഞ്ഞായിരുന്നു. അച്ചോ, പ്രത്യേകിച്ച് എന്തെങ്കിലും? പാപ്പിച്ചായൻ്റെ കൂടെ ഞാൻ വന്നപ്പോഴേ കാര്യങ്ങളേറെക്കുറെ ജോപ്പച്ചൻ ചേട്ടൻ മനസ്സിലായി കാണുമല്ലോ. ഓ, പാപ്പിച്ചായൻ എൻ്റെ സുഹൃത്താന്നേ. പിന്നെ ഞങ്ങൾ തമ്മിൽ ചില ഇടപാടുകളൊക്കെ ഉണ്ട്, അല്ലേ പാപ്പിച്ചായോ? ഓ, അതിനെക്കുറിച്ച് പറയാൻ കൂടിയാ ഞാൻ വന്നത്. അത് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞതാ, അല്ലേ പാപ്പിച്ചായ? ചേട്ടനൊരു കാര്യം മനസ്സിലാക്കണം. ഈ പാപ്പിച്ചായൻ്റെ അവസ്ഥ ആർക്കും വരാവുന്നേ ഉള്ളൂ. എന്നാ എനിക്ക് വരത്തില്ല. ഇപ്പൊ എന്തു വന്നാലും അതിനെ മറികടക്കാനുള്ള പണവും പവറും എനിക്കുണ്ട്. അത് ശരിയായിരിക്കും, പക്ഷെ ഇവരുടെ കാര്യത്തിൽ ഒന്ന് മാറ്റി ചിന്തിക്കണം. നടക്കല്ല അച്ഛാ.
ഇവരുടെ അവസ്ഥ ചേട്ടനൊന്ന് മനസ്സിലാക്കണം. കൊച്ചിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി വാങ്ങി പൈസയാണെന്ന് അറിയാലോ. അച്ഛാ, ഞാനിവിടെ ധർമ്മസ്ഥാപനമൊന്നും നടത്തുന്നില്ല. അത് നടത്തുമ്പോഴേ ഞാൻ അച്ഛനോട് പറയാം. ജോബച്ചൻ ചേട്ടാ, ഈ കാര്യത്തിൽ അല്പം വിട്ടുവീഴ്ച നടക്കത്തില്ല അച്ഛോ. ഇവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാ ഇവരെങ്ങോട്ട് പോകും? അതെന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ജോപ്പച്ചായ, ഞാൻ കാല് പിടിക്കാം. ഒരാഴ്ച സമയമുണ്ട്. അതിനു മുമ്പ് പൈസ തരാൻ നോക്ക്. ചേട്ടാ, അവർ തരും. അച്ഛന് വേറെ ഒന്നും സംസാരിക്കാനില്ലെങ്കിൽ ചേട്ടാ, ചേട്ടൻ്റെ ഈ ധാർഷ്ട്യം ഉണ്ടല്ലോ, ഈ പണക്കാരനാണെന്നുള്ള ധാർഷ്ട്യം, അത് ചേട്ടനെ കൈവിടുന്നൊരു ദിവസം വരും. ഒന്നും ഉണ്ടാകത്തില്ല അച്ഛോ. പിന്നെ ഫിലോസഫി പറയാൻ എല്ലാവരെയും കൊണ്ടും പറ്റും. ജീവിതത്തിൽ പണം ഒന്നുമല്ലാതാകുന്ന സമയം വരും. പണത്തിന് വെറും പേപ്പറിന്റെ വില പോലും ഇല്ലാത്ത സമയം. ചിക്കില് കയ്യിലില്ലെങ്കിലേ ഇങ്ങനെയൊക്കെ തോന്നും. പണം ഒന്നുമല്ല ചേട്ടാ എല്ലാത്തിന്റെ അടിസ്ഥാനം. അച്ഛന് വേറെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? പാപ്പിച്ചേന്റെ കാര്യത്തിൽ അല്പം വിട്ടുവീഴ്ച വേണം. എടാ പാപ്പി, തന്നോട് ഞാൻ അവസാനമായിട്ട് പറയാ, മുതലും പലിശയും ചേർത്ത് 15 ലക്ഷം ഇന്നേക്ക് 7-ാം നാൾ എന്റെ കയ്യിലെത്തണം. ഇല്ലെങ്കിലേ അടുത്ത ദിവസം ഞാനും എന്റെ പിള്ളേരങ്ങ് വരും. കേട്ടോ അച്ചോ, ആ വീടേ കുറെ കാലായി ഞാൻ നോട്ടോട്ട് വെച്ചിരിക്കായിരുന്നു. താനൊരു മനുഷ്യനാണോടോ? അല്ലെന്നേ, അന്ന് അച്ഛൻ ഇറങ്ങല്ലേ. അച്ഛാ, ചായ. വേണ്ട മോളെ, മനസ്സും വയറും എല്ലാം നിറഞ്ഞു. കുറെ അച്ഛന്മാരിറങ്ങിയിട്ടുണ്ട് വക്കാലത്ത് പറയാൻ. എന്നാ അച്ഛന്മാരെന്റെ പൈസ തരട്ടെ. എന്തായാലും മോശമായി പോയി അപ്പച്ച. അതെ, നീ കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. അച്ഛൻ എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? പിന്നെ അച്ഛനല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ നടത്തണേ. ഈ പണവും പവറും ഉള്ളിടത്തോളം കാലം എന്നെ തോപ്പിക്കാൻ ആരും വളർന്നിട്ടില്ല. അപ്പച്ച, ഒരു അവധിയും കൂടെ കൊടുക്ക അവർക്ക്. നീ ഒന്ന് പോ. അയ്യോ, എന്താ അപ്പച്ച? ഒന്നുമില്ല, ഗ്യാസിന്റെ. നീ പോയി കുറച്ച് ചൂടുകൾ എടുത്തോണ്ടോ. അമ്മേ, അപ്പച്ച, അപ്പച്ച, കണ്ണ് തുറക്ക അപ്പച്ച. അപ്പച്ച, അപ്പച്ച എന്നെ നോക്ക അപ്പച്ച. അപ്പച്ച. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തു പ്രയോജനം? എന്ന് പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ ലോകത്തെ ഭയക്കാതെ, ഒന്നിനോടും ഭയമില്ലാതെ അഹങ്കാരത്തിൽ ജീവിച്ച വ്യക്തി ഒരു നാൾ സ്വന്തം മകള് എന്തോ പന്തിയല്ലാത്തൊരു സ്വരം കേട്ട് പപ്പ ഉറങ്ങുന്ന മുറിയിലേക്ക് ഓടി വന്നപ്പോൾ ബെഡിൽ നിന്നും താഴേക്ക് വീണ് മരിച്ചു കിടക്കുന്നു. അറ്റാക്ക് വന്നതാണ്. ഈ ലോകത്തിൻ്റെ സംരക്ഷണമൊന്നും ആ മനുഷ്യനെ രക്ഷിക്കാനായിട്ട് ഉപകരിച്ചില്ല. പത്രോസും പരിവാരങ്ങളും ഒരു വേള നാമും മറന്നുപോകുന്നൊരു കാര്യം, ഈ ലോകത്തിൻ്റെ സംരക്ഷണങ്ങൾക്ക് നമ്മെ സംരക്ഷിക്കാൻ പറ്റാത്ത ശത്രു കടന്നു വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ശത്രുവുണ്ട്. അങ്ങനെയുള്ളൊരു ശത്രുവാണ് മരണം. അങ്ങനെയുള്ള ശത്രുവാണ് പിശാച്. അങ്ങനെയുള്ള ശത്രുവാണ് അപകടം. എന്ന് പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ ശത്രു പിശാചാണ്. അതുകൊണ്ട് ക്രിസ്തു ഇവിടെ ഓർമ്മപ്പെടുത്തിയത് തിന്മ നിന്നെ കീഴ്പ്പെടുത്താൻ വരുന്നു എന്നാ. തിന്മ കീഴ്പ്പെടുത്താൻ വരുമ്പോൾ ആ തിന്മയെ കീഴടക്കാൻ നീ ആയുധം സംഭരിക്കണം.
ആയുധം ഈ ലോകത്തിൻ്റെ സമ്പത്തല്ല, ഈ ലോകത്തിൻ്റെ സംരക്ഷണമല്ല. അത് പ്രാർത്ഥനയുടെയും ദൈവ ചൈതന്യത്തിൻ്റെയും കരുത്താണ്. എന്തുകൊണ്ടാണ് ഗെത്സമേൻ തോട്ടത്തിൽ പത്രോസിലേക്ക് ഉറങ്ങിപ്പോയത് എന്നതിൻ്റെ രണ്ടാമത്തൊരു കാരണം അച്ഛന് ബോധ്യമായത് അത് ഇതിനേക്കാൾ വളരെ ഗൗരവമായൊരു കാര്യമാണ്. അതിതാണ്, ഗാഗുൽത്ത ഉള്ളവനെ ഗെത്സമേൻ പ്രാർത്ഥനയുള്ളൂ. ഗാഗുൽത്ത ഇല്ലാത്തവന് ഗെത്സമേൻ പ്രാർത്ഥനയില്ല. എൻ്റെ പ്രിയപ്പെട്ട ഒരു അരയ്ക്ക് താഴേക്ക് തളർന്നു പോയ ഒരു സഹോദരി മദർ ഹോമിൽ ധ്യാനിക്കാൻ വന്നു. ധ്യാനത്തിൽ പങ്കുചേരുന്ന സഹോദരിയെ എപ്പോൾ സന്ദർശിച്ചാലും അപ്പോഴൊക്കെ ആ സഹോദരി ജപമാല കരങ്ങളിലെടുത്ത് ഏത് സമയത്തും സ്വരത്തിൽ പ്രാർത്ഥിക്കുന്നതാണ് കാണുന്നത്. ഏത് സമയത്തും. ആ സഹോദരി സൗഖ്യപ്പെട്ട് തിരികെ നടന്നു പോകുന്നത് കണ്ടപ്പോൾ ആ സഹോദരി പ്രാർത്ഥനയുടെ ബലം അച്ഛന് മനസ്സിലാക്കാൻ ഇടവന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ധ്യാനത്തിൽ കൂടിയ നിരവധി പേരുണ്ട്. ഒരുപക്ഷെ ദൈവികമായ വലിയ അനുഭവമില്ലാതെ ഒരുപക്ഷെ കടന്നുപോയവരും ഉണ്ടാവാം. എന്തുകൊണ്ടാ? മുമ്പിൽ ഗാഗുൽത്ത ഉള്ളവൻ പ്രാർത്ഥിക്കും. എനിക്ക് നിങ്ങൾക്കും ഗാഗുൽത്ത എൻ്റെ മുമ്പിലുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചേ മടങ്ങൂ. 24 വയസ്സുള്ള ചെറുപ്പക്കാരനെ ഞാൻ പരിചയപ്പെട്ടു. അവൻ ബാംഗ്ലൂര് ഉപരിപഠനം നടത്തുന്ന ചെറുപ്പക്കാരനാണ്. അവൻ എങ്ങനെയോ സംശയം തോന്നി തൻ്റെ ബ്ലഡ് പരിശോധിച്ചതാണ്. അപ്പോഴാണ് HIV പോസിറ്റീവ്. എൻ്റെ മുമ്പിലിരുന്ന ചെറുപ്പക്കാരൻ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ രോഗം എന്നെ പിടികൂടാൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ. സത്യമായി ഞാൻ പറയും, ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ഏതോ ഹോസ്പിറ്റലോ എന്തോ ട്രീറ്റ്മെൻറ്റോ മറ്റെന്തോ എനിക്ക് സമ്മാനം തന്നതാ. എൻ്റെ അറിവ് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ആ ചെറുപ്പക്കാരൻ പിന്നീടുള്ള ജീവിതത്തിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുക ഞാൻ കാണുന്നു. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇനി ഭൂമുഖത്ത് എന്നെ രക്ഷിക്കാൻ ആർക്കും പറ്റില്ല. ഈ ഭൂമുഖത്ത് എന്നെ ഇനി രക്ഷിക്കാൻ ആർക്കും പറ്റില്ല, ദൈവത്തിനല്ലാതെ. അവൻ്റെ മുമ്പിൽ ഗാഗുൽത്തായുണ്ട്. ക്രിസ്തുവിൻ്റെ ഗാഗുൽത്ത സഹനം എന്തായിരുന്നു? അവൻ്റെ ശിരസിൽ മുൾമൂടി വെച്ചു. അവൻ്റെ ഇടത് കൈ കുരിശിൽ തറച്ചു കയറ്റി. അവൻ്റെ വലത് കൈ കുരിശിൽ അടിച്ചു കയറ്റി. അവൻ്റെ കാലുകൾ രണ്ടും കുരിശിൽ തറച്ചു. അവൻ്റെ ശരീരത്ത് ചാട്ടവാറടിയുടെ അടയാളങ്ങൾ ഏറെ വ്യക്തമായിരുന്നു. അതിൽ നിന്നും രക്തം താഴേക്കൊഴുകി ശരീരം രക്തത്താൽ നിറഞ്ഞിരുന്നു. അവൻ്റെ ചങ്കിൽ കുന്തം കൊണ്ട് കുത്തി നഗ്നനായി കുരിശിൽ കടന്നു. ക്രിസ്തുവിൻ്റെ മുമ്പിലെ ഗാഗുൽത്തായ അതാ. ഒപ്പം നിന്നവർ ഉപേക്ഷിച്ചു പോയത് ക്രിസ്തുവിൻ്റെ ഗാഗുൽത്തായാണ്. കൂടെ നിന്നവൻ അവനെ വഞ്ചിച്ച് കവിളത്ത് ഉമ്മ കൊടുത്ത് അവനെ ഒറ്റിയപ്പോൾ അത് ക്രിസ്തുവിൻ്റെ ഗാഗുൽത്തായാണ്. ആരൊക്കെ ഇടറിയാലും ഞാൻ ഇടറുകയില്ലെന്നും ആരൊക്കെ ഉപേക്ഷിച്ചു പോയാലും ഞാൻ ഉപേക്ഷിച്ചു പോവുകയില്ല എന്നും പറഞ്ഞവൻ ഒരു സ്ത്രീയുടെ മുമ്പിൽ ഞാൻ അവനെ അറിയില്ല 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 എന്ന് 3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ് അവനെതിരെ മുഖം തിരിച്ചപ്പോൾ അത് ക്രിസ്തുവിൻ്റെ ഗാഗുൽത്തായ. എന്നെ പ്രിയപ്പെട്ടവരെ, ഗാഗുൽത്ത ഉള്ളവന് ഗെത്സമേൻ പ്രാർത്ഥനയുണ്ട്. ഗാഗുൽത്ത ഉള്ളവൻ ഉറങ്ങാൻ പറ്റില്ല. മുമ്പിൽ ഗാഗുൽത്ത ഉള്ളവൻ ഉറങ്ങാൻ പറ്റില്ല. അവനിരുന്ന് പ്രാർത്ഥിക്കും. ഭാര്യ ക്യാൻസർ ബാധിതയാണ്. അവളെ ധ്യാനത്തിന് കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് അവൾക്ക് വേണ്ടി ധ്യാനിച്ച ഭർത്താവിനെ എനിക്കറിയാം. 5 ദിവസത്തെ ധ്യാന ദിവസങ്ങൾ മുഴുവനും കണ്ണീരോടെ പ്രാർത്ഥിച്ച മനുഷ്യനെ ഞാൻ ഓർക്കുന്നു. ടവൽ ഒന്നല്ല, പല ടവലുകൾ കൊണ്ട് കണ്ണു തുടച്ച ആ മനുഷ്യൻ ഒരു നിമിഷം പോലും തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നിട്ടില്ല. കാരണം ആ മനുഷ്യൻ്റെ മുമ്പിൽ ഗാഗുൽത്തായുണ്ട്. ആ മനുഷ്യന് ദൈവത്തിന് മുമ്പിൽ ഉറങ്ങാൻ പറ്റില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് ഗാഗുൽത്ത സഹനങ്ങളില്ല എന്നുള്ളതാണ്. ഗാഗുൽത്ത സഹനങ്ങൾ ഇല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ബലമില്ലാണ്ടാവും, പ്രാർത്ഥനയ്ക്ക് കരുത്തില്ലാതാവും, പ്രാർത്ഥനയ്ക്ക് ശക്തിയില്ലാതാവും. അതുകൊണ്ട് വചനം പറയുന്നു, വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൽ 2-ാം വചനം പറയുന്നു, ഉണരുക, നിന്നിൽ ആസന്ന മരണമായി അവശേഷിച്ചതിനെ ഉത്തേജിപ്പിക്കുക. സുഭാഷിതങ്ങളുടെ പുസ്തകം 19-ാം അധ്യായത്തിന് 15-ാം തിരുവചനം, അലസത ഒരുവനെ ഗാഢനിദ്രയിലാഴ്ത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഉണർവോടെ ആയിരിക്കാം കർത്താവിന് മുമ്പിൽ. നമുക്ക് ഗാഗുൽത്ത ഇല്ലെങ്കിൽ ദൈവത്തിന് വലിയ അനുഗ്രഹമാണ് എന്ന് നമുക്ക് കണക്കാക്കാം. പക്ഷേ
നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികളുടെ ഗാകുൽത്ത കാണാതെ പോകരുത്. സാമ്പത്തികമായി തകർന്നു പോയവർ, പങ്കാളി മരണപ്പെട്ടു പോയവർ, വിവാഹം നടക്കാതെ നാളുകളോളം പ്രാർത്ഥിച്ചൊരുങ്ങുന്നവർ, പഠനം കഴിഞ്ഞും ജോലി ലഭിക്കാതെ ജോലിക്ക് വേണ്ടി അലയുന്നവർ, രോഗബാധിതരായി മരണത്തെ മുഖാമുഖം കാണുന്നവർ, ഗാകുൽത്ത മല കയറുന്നവർ ധാരാളം, ഗാകുൽത്ത അനുഭവമുള്ളവർ ധാരാളം. അവർക്ക് വേണ്ടി കൂടി ഉണർന്നിരുന്ന് ഉറങ്ങാതെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു.